Hi students, welcome back to Kunji's class. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 8th ചാപ്റ്റർ ഡിവോഷണൽ പാത്സ് ടു ദി ഡിവൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. You may have seen people perform rituals of worship or singing bhajans, kirtans or kavalis or even repeating the name of God in silence and notice that some of them are moved to tears. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണല്ലേ, ഓരോ ആൾക്കാർ എന്തെങ്കിലും ചടങ്ങുകൾ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഭജൻ പാടുക, കീർത്തനങ്ങൾ പാടുക. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചില ആൾക്കാരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കരയുക. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. Such intense devotion or love of God is the legacy of various kinds of bhakti and Sufi movements that have evolved since the 8th century. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദൈവത്തോടുള്ള ഭക്തി അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് പാരമ്പര്യമായിട്ട് വന്നൊരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഭക്തി അല്ലെങ്കിൽ സൂഫി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന 8th സെഞ്ച്വറിയിൽ ഇവോൾവ് ആയ ഓരോ കാര്യങ്ങളെ ബേസ് ചെയ്ത് പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഡിവോഷനും ലവും ഒക്കെ. ദി ഐഡിയ ഓഫ് എ സുപ്രീം ഗോഡ്. Before large kingdoms emerged, different groups of people worshipped their own gods and goddesses. അപ്പോൾ വലിയ വലിയ കിങ്ഡംസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ഓരോരോ ദൈവങ്ങളെയും ദേവതമാരെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. As people were brought together through the growth of towns, trade and empires, new ideas began to develop. എല്ലാവരും ഒരുമിച്ച് കൂടാനായിട്ട് തുടങ്ങി. എന്തെങ്കിലും ടൗണിൻ്റെ അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ബേസിസിൽ, അല്ലെങ്കിൽ ഒരു എംപയേഴ്സിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് വന്നതോടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടാനായിട്ട് തുടങ്ങി. അപ്പം പുതിയ പുതിയ ഐഡിയാസൊക്കെ ഡെവലപ്പ് ആവുകയും ചെയ്തു. The idea that all living things pass through countless cycles of birth and rebirth, performing good deeds and bad, came to be widely accepted. അപ്പം മെയിനായിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്ത ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ബേർത്ത് അല്ലെങ്കിൽ റീബർത്ത് ആ ഒരു സൈക്കിളാണ്. അതായത് ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാൾ പുനർജനിക്കും. അപ്പോൾ കഴിഞ്ഞ കാലത്ത് അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മോശം കാര്യമുണ്ടെങ്കിൽ അതവർക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ല, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ അതിനുള്ള ഫലം അവർക്ക് ഈ പുതിയ ജന്മത്തിൽ ലഭിക്കും. അങ്ങനെ പുനർജന്മത്തിൻ്റെ ആ ഒരു കാര്യമായിരുന്നു ഇവരെല്ലാവരും വൈഡ്ലി അക്സെപ്റ്റ് ചെയ്ത ഒരു ഐഡിയ എന്ന് പറയുന്നത്. Similarly, the idea that all human beings are not equal even at birth gained ground during this period. The belief that social privileges came from birth in a noble family or a high caste was a subject of many learned texts. അതുപോലെ തന്നെ ആൾക്കാർ മനസ്സിലാക്കിയ മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് ആരും ഈക്വൽ അല്ല എന്നുള്ളത്. അതായത് ബേർത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിസിലൊക്കെ വരുന്ന ആ ഒരു ഡിഫറൻസസ് അവരത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പം ഒരു നോബിൾ ഫാമിലിയിൽ ജനിച്ച ആളാണെങ്കിൽ അയാൾക്ക് അത്രയുമായി ഒരു സോഷ്യൽ പ്രിവിലേജ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഹൈ കാസ്റ്റിൽ ജനിച്ച ഒരാളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടെന്നായിരുന്നു ഇവർ കരുതിയിരുന്നത്. എന്നാൽ ലോ കാസ്റ്റ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരൊന്നും ഇവർ കണക്കാക്കിയിരുന്നില്ല. അപ്പം എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഈക്വൽ അല്ല എന്നൊരു കൺസെപ്റ്റ് കൂടി ഇവർ ഈ ഒരു ടൈമിൽ അക്സെപ്റ്റ് ചെയ്തിരുന്നു. Many people were uneasy with such ideas and turned to the teachings of the Buddha or the Jainas, according to which it was possible to overcome social differences and break the cycle of rebirth through personal effort. അപ്പം മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു കാര്യം, ഈ അൺഈക്വലായിട്ടുള്ള ആൾക്കാരെയൊക്കെ ട്രീറ്റ് ചെയ്യുക, ഈ ഇനീക്വാലിറ്റി ആർക്കും മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ ബുദ്ധൻ്റെ അല്ലെങ്കിൽ ജൈനിസം എന്ന് പറയുന്ന ആ റിലീജിയനിലേക്കൊക്കെ മാറി അവരുടെ ടീച്ചിങ്സ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം അവിടെ ഇങ്ങനെയുള്ള സോഷ്യൽ ഡിഫറൻസസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഈ റീബർത്ത് എന്ന് പറയുന്ന ആ കാര്യമൊന്നും അവരൊന്നും വിശ്വസിച്ചിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഹിസ്റ്ററിയിൽ തന്നെ പഠിച്ചതാണ് ഈ ബുദ്ധിസത്തെയും ജൈനിസത്തെക്കുറിച്ചൊക്കെ അല്ലേ. അപ്പം ആൾക്കാർ ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് ആൾക്കാരെ
ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാത്ത ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ റീബേർത്ത് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റമൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, ആ ഐഡിയാസിനോട് എതിർപ്പുള്ളവർ ഈ ബുദ്ധ അല്ലെ ജൈനിസത്തിലേക്ക് മാറി. Others felt attracted to the idea of a supreme god who could deliver humans from such bondage if approached with devotion. This idea, advocated in the Bhagavad Gita, grew in popularity in the early centuries of the Common Era. അപ്പം മിക്ക ആൾക്കാരും ഈ ഒരു ഐഡിയയിലേക്ക് അട്രാക്റ്റഡ് ആയിരുന്നു. അതായത് ഒരേ ഒരു ദൈവം, അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക, അതിൻ്റെ പേരിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെയാണ് എന്നൊക്കെ വിശ്വസിച്ച് അതിലേക്ക് മാത്രം നീങ്ങുന്ന കുറേ ജനങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഐഡിയാസൊക്കെ ഈ ഒരു സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ ഈ ഒരു യുഗത്തിൽ അവരൊക്കെ ഏറ്റെടുത്ത് അങ്ങനെയുള്ള ഈ ഐഡിയയിലേക്ക് കൂടുതൽ ആൾക്കാരും അട്രാക്റ്റഡായി. Shiva, Vishnu and Durga as supreme deities came to be worshipped through elaborate rituals. അപ്പം പ്രധാനപ്പെട്ട ദൈവങ്ങൾ, ഇവർ ഓരോരോ റിച്വൽസിലൊക്കെ പൂജ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ദൈവങ്ങളെന്ന് പറയുന്നത് ശിവ, വിഷ്ണു, ദുർഗയൊക്കെയാണ്. അറ്റ് ദ സെയിം ടൈം ഗോഡ്സ് ആൻഡ് ഗോഡസസ് worshipped in different areas came to be identified with ശിവ, വിഷ്ണു ഓർ ദുർഗ. അതേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഈ ഓരോരോ ദേവന്മാരെ അല്ലെങ്കിൽ ദേവതമാരെയൊക്കെ വർഷിപ്പ് ചെയ്യുന്നത് ഈ ശിവയായിട്ടും വിഷ്ണു ആയിട്ടും ദുർഗയായിട്ടും ഒക്കെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തു. In the process, local myths and legends became a part of the Puranic stories, and methods of worship recommended in the Puranas were introduced into the local cults. അപ്പം ഓരോരോ മിഥ്യാധാരണകളും അതുപോലെ തന്നെ ഓരോരോ ലെജൻസൊക്കെ കൂടെ ഈ പുരാണ കഥകളൊക്കെ നമ്മളും കേട്ടിട്ടുള്ളതാണല്ലേ, ഈ പുരാണ കഥകളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർഷിപ്പ്, അപ്പം അങ്ങനെ വർഷിപ്പ് ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റോറീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. പുരാണാസ് അതിൽ ഓരോരോ കഥകൾ, എന്തെങ്കിലും ദൈവം അനുഗ്രഹം കൊടുത്തതോ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും ഈ പുരാണാസിലുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വർഷിപ്പ് വരാൻ വേണ്ടിയിട്ട്, ഈ ദൈവങ്ങളോടുള്ള ആ പ്രാർത്ഥന വരാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ പുരാണ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. Eventually the Puranas also laid down that it was possible for devotees to receive the grace of God regardless of their caste status. അപ്പം ഈ പുരാണ കഥകളിലൊക്കെ പറയുന്ന ഓരോരോ കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ദൈവം എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒരാളെന്നാണ് ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അപ്പം ഈ കാസ്റ്റിൻ്റെ ഒരു ബാറൊന്നും ഇവിടെ വരുന്നില്ല അല്ലേ, എല്ലാവരെയും ഈക്വലായിട്ടാണ് ദൈവം കാണുന്നത്. ആ രീതിയിലുള്ള സ്റ്റോറീസാണ് ഈ പുരാണത്തിലൊക്കെ ഉള്ളത്. The idea of bhakti became so popular that even Buddhists and Jainas adopted these beliefs. അങ്ങനെ ഈ ഐഡിയ ഓഫ് ഭക്തി ബുദ്ധമതക്കാർ അല്ലെങ്കിൽ ജൈന മതക്കാർ വരെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരും ഇതിൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. A new kind of bhakti in South India, Nayanas and Alvas. The 7th to 9th century saw the emergence of new religious movements led by the Nayanas and Alvas, who came from all castes including those considered untouchable like the Pulayar and the Panas. 7th ഉം 9th സെഞ്ച്വറിയും ഈ ഒരു പീരീഡിനിടയ്ക്കായിട്ട് പുതിയ പുതിയ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഒക്കെ എമേർജ് ചെയ്തു. ഇതൊക്കെ നയിച്ചിരുന്നത് നായനാസും ആൽവാസുമാണ്. ഈ നായനാസ് എന്ന് പറയുന്നത് ശിവഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്തിരുന്ന സിദ്ധന്മാരായിരുന്നു. അതുപോലെ തന്നെ ആൽവാസ് എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുന്ന ഓരോരോ സിദ്ധന്മാരായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരും ഈ ഒരു പുതിയ റിലീജിയസ് മൂവ്മെൻറ്റിലേക്ക് വന്നു. അതിപ്പം എല്ലാ കാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അൺടച്ചബിൾസൊക്കെ ഉൾപ്പെടെയുണ്ട്. ഈ പുലേരും പാണരും അങ്ങനത്തെ അൺടച്ചബിൾസ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട എല്ലാ ആൾക്കാരും, എല്ലാ കാസ്റ്റിലുമുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് ഈ പുതിയ റിലീജിയസ് മൂവ്മെൻറ്റിൽ പങ്കാളികളായി. They were sharply critical of the Buddhists and Jainas and preached ardent love of Shiva or Vishnu as the path to salvation. അപ്പോൾ ഇവർ ഈ ബുദ്ധിസം അല്ല ജൈനിസത്തിനൊക്കെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, അതിനെയൊക്കെ വളരെയധികം എതിർത്തിരുന്നു.
അവർ ഈ പാത്ത് ഓഫ് സാൽവേഷൻ, അതായത് മോക്ഷത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് ശിവൻ അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ബിലീഫിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഈ ബുദ്ധിസത്തെ ജൈനിസത്തിനെയൊക്കെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. They drew upon the ideals of love and heroism as found in the Sangam literature and blended them with the values of bhakti. The Nayanas and the Alvas went from place to place composing exquisite poems in praise of the deities enshrined in the villages they visited and set them to music. അപ്പോൾ ഇവർ ഐഡിയ എന്ന് പറയുന്നത് ഈ ഹീറോയിസം അല്ലെ ലവ് എന്നൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ഈ സംഘം ലിറ്ററേച്ചറിൽ പറയുന്ന പോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ഭക്തി അല്ലെങ്കിൽ ആ ഒരു ഐഡിയയുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ടായിരുന്നു അവരിത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതുപോലെ തന്നെ ഈ നായനാസും ആൾവാസും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുമായിരുന്നു. അവിടെയൊക്കെ ചെന്ന് അവർ ഈ ഡയറ്റീസിനെ പുകഴ്ത്തി ഓരോരോ പോയംസൊക്കെ രചിക്കുക, അല്ലെങ്കിൽ ഓരോരോ പാട്ടുകളൊക്കെ പാടുക, ഓരോരോ പുണ്യസ്ഥലത്ത് ഈ വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ നായനാസും ആൾവാസും ചെയ്തിരുന്നു. Between the 10th and 12th centuries, the Chola and Pandya kings built elaborate temples around many of the shrines visited by the saint poets, strengthening the links between the Bhakti tradition and the temple worship. അപ്പോൾ ഈ 10th 12th സെഞ്ച്വറി ആ ഒരു കാലഘട്ടത്തിലാണ് ധാരാളം ചോല രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരും ഒക്കെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ചോല രാജാവിനെ കുറിച്ചൊക്കെ പഠിച്ച് ആ പോർഷനിലൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പം ഈ ചോല രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരും ഒക്കെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചതിലൂടെ ഈ സെയിൻറ്റ് പോയറ്റ്സിനൊക്കെ കുറച്ചുകൂടെ ഈ ഭക്തി എന്ന് പറയുന്ന ആ ഒരു ഐഡിയയും ഈ ടെമ്പിളിലുള്ള വേർഷിപ്പുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ലിങ്ക് ചെയ്യാനായിട്ട് സാധിച്ചു. This was also the time when their poems were compiled. Besides hagiographies or religious biographies of the Alvas and Nayanas were also composed. Today we use these texts as sources for writing histories of the Bhakti tradition. അപ്പോൾ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ധാരാളം പോയംസൊക്കെ കമ്പോസ് ചെയ്തതും. ഹാഗിയോഗ്രഫീസ് എന്ന് പറഞ്ഞാൽ പുണ്യാത്മാക്കളുടെ ചരിത്രം. ഓക്കെ, ഇവിടെ നമുക്ക് മീനിങ് വന്നിട്ടുണ്ട്. ഹാഗിയോഗ്രഫി റൈറ്റിംഗ് ഓഫ് സെയിൻസ് ലൈഫ്സ്. ഓക്കെ, അപ്പോൾ ഈ പുണ്യാത്മാക്കളുടെ ചരിത്രം അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ബയോഗ്രഫീസ് ഇവിടെ പറയുന്ന ആരെക്കുറിച്ചാണ്? ഈ ആൾവാസിനെ നായനാസിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ അവർ ഇതും കമ്പോസ് ചെയ്തിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അതും കമ്പോസ് ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പം ഈ ഭക്തി ട്രഡീഷനെ കുറിച്ചുള്ള ഹിസ്റ്ററിയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റാണ് സോഴ്സായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണിത്. അതുപോലെ തന്നെ കുറേ വേർഡ്സൊക്കെ നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള വേർഡ്സ് കാണും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വേർഡ്സിൻ്റെ മീനിങ്സൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കി മീനിങ്സൊക്കെ കണ്ടെത്തിയതിന് ശേഷം മാത്രം ചാപ്റ്റർ വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ക്ലാസ്സും റിപ്പീറ്റ് ചെയ്ത് ഒരു 2-3 തവണ കേൾക്കുക മനസ്സിലാവാത്തവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചാപ്റ്റർ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മാത്സ്, പൊളിറ്റിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, സയൻസിൻ്റെ ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കൂടി കാണുക.